ബേപ്പൂർ കടപ്പുറത്ത് അന്ന് പതിവിലും അധികം ആൾക്കൂട്ടമുണ്ടായിരുന്നു. അസ്വാഭാവികമായ എന്തോ ഒന്ന് അവിടെ സംഭവിച്ചിരിക്കുന്നു. ആൾക്കൂട്ടത്തിൽ നിന്നൊരാൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. ബേപ്പൂർ കടപ്പുറത്ത് മണലിൽ അഴുകിയ ഒരു കൈപ്പത്തി കണ്ടെത്തിയിരിക്കുന്നു. ഒരു മനുഷ്യ ശരീരത്തിൽ നിന്ന് മറുത്തുമാറ്റിയ കൈപ്പത്തി. വിവരമറിഞ്ഞ ഉടൻ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തെത്തി കേസ് രജിസ്റ്റർ ചെയ്തു. അഴുകി തുടങ്ങിയ ഈ ചെറിയ കൈപ്പത്തിയിൽ നിന്നും ആരുടേതെന്ന് പോലും തിരിച്ചറിയാനാവാത്ത ഒരു തുമ്പുമില്ലാത്ത ഒരു കേസ്. എങ്കിലും പ്രതീക്ഷ കൈവിട്ടില്ല. വിശദമായ ശാസ്ത്രീയ പരിശോധനയ്ക്കായി കൈപ്പത്തി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു. 4 ദിവസങ്ങൾക്ക് ശേഷം പോലീസ് സ്റ്റേഷനിൽ വീണ്ടും ഒരു വിവരമെത്തി. ചാലിയാറിൽ നിന്നും വീണ്ടും ഒരു കൈപ്പത്തി കണ്ടെത്തിയിരിക്കുന്നു. ഒരു ഇടത് കൈപ്പത്തി. ആരെയോ ശരീരഭാഗങ്ങൾ മുറിച്ചു മാറ്റി പല ഭാഗത്തായി ഉപേക്ഷിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു. പക്ഷേ കിട്ടിയ കൈപ്പത്തികളിൽ നിന്നും യാതൊരു തുമ്പും ലഭ്യമായില്ല. ഉദ്യോഗസ്ഥരുടെ നിഗമനം തെറ്റിയില്ല. 5 ദിവസങ്ങൾക്ക് ശേഷം ശരീരഭാഗങ്ങൾ വെട്ടിമാറ്റിയ നിലയിൽ ഒരു ശരീരവും തലയോട്ടിയും അവർക്ക് ലഭ്യമായി. പ്രദേശത്തിന്റെ പല ഭാഗത്തു നിന്നും ലഭിച്ച ശരീരഭാഗങ്ങളിൽ നിന്നും പുറത്തു വന്നത് 2 കൊലപാതകങ്ങളാണ്. പോലീസിനെ കുഴപ്പിച്ച സിനിമാ കഥകളെ പോലും വെല്ലുന്ന നിഗൂഢമായ കൊലപാതകങ്ങൾ. 2017 ജൂൺ 28 കോഴിക്കോട് ജില്ലയിലെ മലയോര പ്രദേശത്ത് നിന്നും ആ വാർത്ത പുറത്തു വന്നു. ഇവിടെയാണ് ഈ കേസിന്റെ വഴിത്തിരിവുണ്ടാകുന്നത്. ചാലിയാറിനടുത്തായി ഒരു എസ്റ്റേറ്റ് ഉണ്ട്, കുമാരനല്ലൂർ എസ്റ്റേറ്റ്. എസ്റ്റേറ്റിന് തൊട്ടപ്പുറത്തുള്ള തടപ്പറമ്പ് റോഡിൽ കാലങ്ങളായി ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. മാലിന്യമാണ് പ്രധാന പ്രശ്നം. കുന്നുകണക്കിന് കോഴി വേസ്റ്റ്, മറവു മാലിന്യങ്ങളും കുമിഞ്ഞുകൂടി ഇവിടുത്തെ ജനങ്ങളാകെ പൊറുതിമുട്ടിയ അവസ്ഥയിലാണ്. രാത്രിയുടെ മറവിൽ ആരൊക്കെയോ ഇവിടെ കൊണ്ടുവന്ന് തള്ളുന്നതാണിത്.